ഹായ്, നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് വിഗ്രഹമോഷണത്തെക്കുറിച്ചാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ പല അമ്പലങ്ങളിൽ നിന്നും വിഗ്രഹങ്ങൾ മോഷണം പോയിരുന്നു. വിഗ്രഹങ്ങൾ മാത്രമല്ല മോഷണം പോയിരുന്നത്, ആ വിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന ആഭരണങ്ങളും മോഷ്ടാക്കൾ കളവ് ചെയ്തുകൊണ്ട് പോയിരുന്നു. ഇത്തരത്തിലുള്ള ധാരാളം കളവ് കേസുകൾ കേരളത്തിൽ നടന്ന ആ കാലഘട്ടത്തിൽ തന്നെ അമ്പലമോഷണങ്ങൾ പിടികൂടുന്നതിന് പ്രത്യേക സ്ക്വാഡുകൾ തന്നെ രൂപീകരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അതിന് ഇടയിലാണ് മാളയ്ക്കടുത്ത പുളിപ്പറമ്പ് എന്ന സ്ഥലത്ത് ഒരു ജോസുഞ്ഞി എന്ന ഒരാൾ രാത്രി തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ട ആ വ്യക്തിയിൽ നിന്ന് ഒരു 25,000 രൂപയും അതുപോലെ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളുമാണ് മോഷണം ചെയ്ത് കൊണ്ടുപോയത്. അതിൻ്റെ അന്വേഷണം ഞങ്ങൾ നടത്തിയിരുന്നു. 1999 ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഐരാണിക്കുളം വിഗ്രഹമോഷണത്തെക്കുറിച്ച് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സ്ക്വാഡിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത്. ഞങ്ങൾ ഈ കൊലപാതക കേസ് അന്വേഷിക്കുമ്പോൾ ഉണ്ടായൊരു സംശയം ഞാൻ എൻ്റെ CA ആയ ലൈലാറാം സാറുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വിഗ്രഹമോഷണം നടത്തിയത് ഇന്ന ആളായിരിക്കാം, ആ ആൾ മുമ്പ് കളവ് കേസിൽ ഉൾപ്പെട്ട ആളാണ് എന്ന് സംശയം പ്രകടിപ്പിക്കാൻ. ഇനി ആൾ തന്നെ ആയിരിക്കുമോ നമ്മുടെ കൊലപാതക കേസിൽ പ്രതിയെന്ന് നമുക്ക് അന്വേഷിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ കൂളായിട്ട് പറയും, നിങ്ങൾ പോയിട്ട് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സംശയിക്കുന്ന ആൾ ഐരാണിക്കുളം ആ വിഗ്രഹമോഷണം പോയ സ്ഥലത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അയാളെക്കുറിച്ച് അന്വേഷിച്ചു. അയാൾ ഒളിവിലാണ്. പല കേസുകളിലും സ്റ്റേഷനിൽ പിടികിട്ടാപ്പുള്ളിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒളിവിലാണ്. ആളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആൾ തൊട്ടടുത്തുള്ള ഒരു പാറമടയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. ആദ്യം ഞങ്ങളെല്ലാവരും കൂടി ആ പാറമടയിൽ അന്വേഷിച്ചു. അവിടെയൊക്കെ ചുറ്റുപാടൊക്കെ തിരക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഇല്ല. തൊട്ടടുത്തുള്ളൊരു മറ്റൊരു പാറമടയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് മനസ്സിലായി. പിറ്റേ ദിവസം ഞങ്ങളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂളിലെ പോലീസുകാർ ഒന്നിച്ച് ഒരു വണ്ടിയിൽ ഒരു കാർഗോ പോലുള്ള ഒരു വാഹനം വാടകയ്ക്ക് എടുത്തുകൊണ്ട് അതിലാണ് ഞങ്ങൾ പാറമടയിലേക്ക് പോയത്. ഞങ്ങൾ പാറമടയിൽ ചെന്ന് പാറ വാങ്ങിക്കാനുള്ള ഉദ്ദേശത്തിലാണ് പോയത്. നമ്മൾ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു സംശയം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പാറയൊക്കെ ഉണ്ടോ എന്ന് വില ചോദിച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ ആ തൊട്ടടുത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവനെ ഞങ്ങൾ പിടികിട്ടാപ്പുള്ളിയുമാണല്ലോ, അവനെ ഞങ്ങൾ ടെമ്പോയിലേക്ക് കയറ്റി നേരെ അവനെ എടുത്തുകൊണ്ട് കൊടുങ്ങല്ലൂരിലേക്ക് വരികയാണ്. ആ പോരണ വഴിക്കൊക്കെ അവനോട് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ക്രൈംബ്രാഞ്ച് പോലീസാണ്, നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അത് ചോദിക്കാൻ വേണ്ടിയാണ് നിന്നെ പിടിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവൻ ഇവിടെ എത്തുന്നവരെ ഒന്നും തന്നെ പറഞ്ഞില്ല, ഒന്നും തന്നെ സമ്മതിച്ചില്ല. അങ്ങനെ കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെത്തി ഞാനും അവനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥനും ഒരുമിച്ചൊരു മുറിയിലിരുന്ന് കുറേ നേരം അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവനോട് കേസിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാ തെളിവും കിട്ടിയതിൻ്റെ അടിസ്ഥാനം നിന്നെ പിടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു.
അവൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. അവസാനം അവനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചതിനിടയിൽ അവന് പെട്ടെന്ന് പൊട്ടിക്കരയാണ്. സംഭവം ഐരാണിക്കുളം ക്ഷേത്രം മോഷണം കഴിഞ്ഞിട്ട് 3 വർഷത്തിന് ശേഷമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അവൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഞാനെല്ലാം തുറന്നു പറയാം എന്ന്. ഈ സമയത്ത് തന്നെ ഞങ്ങൾ CIനെ വിവരം ധരിപ്പിച്ചു. CIയും വന്ന് ഞങ്ങളുടെ മുമ്പിൽ അവൻ തുറന്നു പറയുകയാണ്. അവനും അവൻ്റെ കൂട്ടുകാരനും കൂടിയാണ് ആ വിഗ്രഹം മോഷണം ചെയ്തെടുത്തതെന്നും ആ മോഷണം ചെയ്ത വിഗ്രഹം വേറെ സ്ഥലത്ത് കുറച്ച് അകലെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയും പിറ്റേ ദിവസമാണ് അത് എടുത്തുകൊണ്ട് പോയതെന്ന് പറയും. അതിലുണ്ടായിരുന്ന ആഭരണങ്ങൾ അവർ അങ്കമാലിയൊരു സ്ഥലത്ത് വിറ്റ് കാശ് വാങ്ങിക്കുകയും ചെയ്തു. ഈ വിഗ്രഹത്തിൽ സ്വർണം എത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടി ആ വിഗ്രഹത്തിൻ്റെ ഒരു കൈ വെട്ടിമാറ്റി ഉരുക്കി അതിൻ്റെ അളവുകളൊക്കെ നോക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ഭദ്രമായി പൊതിഞ്ഞു ഇത് വിൽപ്പന നടത്താനും വേണ്ടി മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഒരു പെട്ടിയിലൊക്കെ ആക്കി അവർ ട്രെയിനിൽ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വരും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കണ്ണൂർ വെച്ച് ആരോ ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സംശയത്തിൻ്റെ പേരിൽ പോലീസ് അന്വേഷണം വരികയും ഇവർ ആ പെട്ടി ട്രെയിനിൽ വെച്ച് അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് ഒരു ലോഡ്ജിൽ താമസിക്കുകയാണ് ചെയ്തത്. ഈ പെട്ടി അന്വേഷണത്തിന് പോലീസിന് കിട്ടുകയും അത് പോലീസിൽ ഏൽപ്പിക്കുകയും അവിടെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം വാർത്തയും വന്നിരുന്നു. ആ വാർത്തയും ഇവർ കണ്ടിരുന്നു. 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കിത് മനസ്സിലാകുന്നത്. ഈ സമയത്ത് ഐരാക്കുളം മോഷണ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല, വിഗ്രഹം കണ്ടെടുത്തില്ല എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ